ഉത്തരത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കമലമ്മ പറയുകയാണ്, അന്നേ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ വെറുപ്പും ദേഷ്യമൊക്കെ കാണിച്ച് ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം എങ്കിലും സേഫ് ആയേനെന്ന് കമലമ്മ പറയുകയാണ്. അങ്ങനെ ഒരിക്കലും അങ്ങനെ മാറാൻ പോകുന്നില്ല. ആ കുട്ടിയുടെ ജീവിതം കൂടെ നശിക്കുന്നത് കാണേണ്ട വരുമല്ലോ മാഷേ എന്നും പറഞ്ഞ് കമലമ്മ ഭയങ്കര കരയുന്നുണ്ട്. മാഷും കമലമ്മയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് നേരം വെളുത്ത് വേദയാണെങ്കിൽ ഇറങ്ങി വന്നിട്ട് വിക്രം അവിടെ എന്ത് ചെയ്യാമെന്ന് വെച്ചത് നോക്കുന്നുണ്ട്. അപ്പോൾ വിക്രമാണെങ്കിൽ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. തിരിച്ചു വന്നപ്പോൾ ആണെങ്കിൽ ആ കമലമ്മ എങ്ങോട്ടോ പോകാൻ ഒരുങ്ങുന്നു. അമ്മ എവിടെ പോകാൻ ഒരുങ്ങുന്നു? ഞാൻ ആശുപത്രിയിൽ പോകുന്നു, ഹോമിയോയിൽ പോകുന്നുണ്ട്, മരുന്നൊക്കെ തീർന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു എന്ന് കമലമ്മ പറയുക. അങ്ങോട്ടേക്ക് പോവുക മോളെ, എന്താണെന്ന് ചോദിക്കുകയാണ്. അമ്മയ്ക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ പോരെ എന്ന് വേദ ചോദിക്കുകയാണ്. എന്താ കാര്യം? അതൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ വിക്രത്തെ പുതിയ ഒരു നല്ല നടപ്പ് കോഴ്സിന് ചേർക്കാൻ പോവുക എന്ന് പറയാണ്. അപ്പം കമലമ്മ പറയും, നീ ഇപ്പോഴും അത് വിട്ടിട്ടില്ലേ? അവനെ കൊണ്ട് അതൊന്നും നടക്കത്തില്ല. അവൻ്റെ വഴിക്കേ അവൻ ജീവിക്കത്തുള്ളൂ എന്ന് കമലമ്മ പറയാണ്. മാഷ് പറഞ്ഞ പോലെ മുടി മുറിച്ചെന്നും പറഞ്ഞുകൊണ്ട് തല നന്നാവണമെന്നില്ലല്ലോ എന്ന് കമലമ്മ പറയാണ്. ആ പഴഞ്ചൊല്ലിനോട് എനിക്ക് യോജിപ്പില്ല അമ്മ. ലക്ഷ്യം കാണുന്നവരെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് പറയുന്നത്. എനിക്കിപ്പോഴും വിശ്വാസം ഉണ്ടാവുക നന്നാവുമെന്ന്. അപ്പോൾ വേദ പറയാണ്, അതെ എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. നന്ദിനി അവിടെ നിൽക്കുന്നുണ്ട്. നന്ദിനിക്ക് ഇവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നത് കേൾക്കാൻ വയ്യ. അവിടെ ഇവിടെയൊക്കെ നിന്ന് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്നെനിക്ക് പോയി കേട്ട് കളയാമെന്ന് പറഞ്ഞ് നന്ദിനി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ശ്രീജി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ വേദ പറയാണ്, വേദ ഒരു കഥയൊക്കെ പറയുന്നുണ്ട്. ബീഹാറിലൊരു ഗ്രാമത്തിലൊരു കർഷകനും ഭാര്യ ഉണ്ടായിരുന്നു. അപ്പം ഭാര്യയ്ക്ക് സുഖമില്ല. അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് കഴിയുന്നത്. ഭാര്യയ്ക്ക് സുഖമില്ല, ഭാര്യയെ പട്ടണത്തിലെത്തിക്കണം. അങ്ങനെ അവർക്ക് പട്ടണത്തിൽ എത്തണമെങ്കിൽ ഒരു മല കടന്ന് വേണം പോകാൻ. അങ്ങനെ മലയുടെ പകുതി എത്തിയപ്പോഴത്തേക്ക് ഭാര്യ അയാളുടെ മടിയിൽ കിടന്ന് മരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അയാൾക്ക് തോന്നി, ഈ മല ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ഭാര്യ മരിക്കാൻ കാരണം എന്ന് തോന്നി. ഇനി ഈ അവസ്ഥ വേറൊരാൾക്കും വരില്ലെന്നും പറഞ്ഞ് അയാളൊരു ചുറ്റിക എടുത്തുകൊണ്ട് ചെന്ന് അവിടെ മല തുറക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ആൾക്കാർ ചിരിച്ച് കളിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അയാൾ 22 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു വലിയൊരു റോഡ് വന്ന് ആ മലയുടെ ഇടയ്ക്കൂടെ. അയാളുടെ പ്രയത്നത്തിലൂടെയാണ് ഉണ്ടായത്. മാത്രമല്ല ഓരോ ദിവസവും അയാളുടെ ഭാര്യയോടുള്ള സ്നേഹത്തിന് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഊർജ്ജം എന്ന് വേദ പറയാണ്. നന്ദിനി പറയും, ഈ കഥ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. അപ്പോൾ വേദ ഇങ്ങോട്ട് വന്നിട്ട് എപ്പോഴും റീൽസ് കണ്ടുകൊണ്ടിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫോണിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റുന്നുള്ളൂ. ഇത് വെച്ചൊരു സിനിമ വരെ ഉണ്ട് എന്ന് പറയുകയാണ് വേദ. എന്നിട്ട് വേദ വന്ന് കമലമ്മയോട് പറയണം, അപ്പം നമുക്ക് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എത്ര ത്യാഗം സഹിക്കാനും നമ്മൾ തയ്യാറാണ്. അതുപോലെ തന്നെ എനിക്കും അങ്ങനെ തന്നെയാണെന്ന് പറയും. അപ്പോഴത്തേക്ക് കമലമ്മയ്ക്ക് ഭയങ്കര വിഷമം വരുന്നു. കമലമ്മ സങ്കടപ്പെട്ട് കൈ കൂപ്പിയൊക്കെ ചെയ്തു. എന്താ അമ്മ ഇങ്ങനെ? അമ്മയെ സങ്കടപ്പെടുത്താനൊന്നുമല്ല ഞാനിത് പറഞ്ഞതെന്ന് പറയണം. അപ്പോഴത്തേക്ക് കമലമ്മ വേദയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്ദി പറയാം, ഒരു കഥ പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രയൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കണം. അങ്ങനെ കമലമ്മ വിക്രമിനെ ചെന്ന് വിളിക്കണം. വിക്രം ഇങ്ങോട്ട് വന്നേന്ന് പറയണം. അപ്പോൾ വിക്രം ഇറങ്ങി വരുന്നുണ്ട്. എന്താ അമ്മേ? അല്ല, വേദ പറയുന്നത് നീ കേൾക്കണം, എന്തുമായാലും കേൾക്കണം, അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറയണം. അപ്പം വേദയ്ക്ക് അതെന്തുവാ എന്ന് വിക്രം ചോദിക്കണം. അപ്പോൾ വേദ പറയണം, എൻ്റെ കൂടെ അമ്പലത്തിൽ വരണം. ഇത് കേട്ടപ്പോഴത്തേക്ക് നന്ദിനി വന്ന് ചിരി, അങ്ങ് ഭയങ്കര ചിരി. എന്നിട്ട് പറയാം, അതിന് വേണ്ടിയാണോ ഇത്രയും വലിയ ഡയലോഗൊക്കെ അടിച്ച് ഇത്ര കഥയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് വേദയാണെങ്കിൽ നന്ദിനി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നന്ദിനി ചിരി അങ്ങ് നിർത്തിയാണ്. എൻ്റെ കൂടെ അമ്പലത്തിൽ വരിക മാത്രമല്ല, ഞാൻ കുറച്ച് വഴിപാടുകൾ നേർന്നിട്ടുണ്ട്, അതെല്ലാം വിക്രം നടത്തണമെന്ന് പറയുകയാണ്. അപ്പം വിക്രം പറയും, എന്നെക്കൊണ്ടങ്ങ് പറ്റത്തില്ല. അപ്പം കമലമ്മ പറയും, നിന്നെ കൊണ്ട് പറ്റും, നീ പോയേ പറ്റൂ, വേദമോള് പറയുന്നതെല്ലാം കേൾക്കുകയും വേണം എന്ന് പറയും. അപ്പോൾ വിക്രമിന് രക്ഷയില്ലാതെ അവസാനം സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ കമലമ്മ അങ്ങ് പോവുകയാണ്. അപ്പോൾ വേദ വിക്രമിൻ്റെ അടുത്ത് എന്ന് പറയാം, മുമ്പോയി ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ അപ്പോഴത്തേക്ക് ഞാനും ഒരുങ്ങാമെന്നും പറഞ്ഞ് വേദ അങ്ങ് പോകുന്നുണ്ട്. വിക്രമം പോകുന്നുണ്ട്. അപ്പം നന്ദിനി ഇരുന്ന് ആലോചിക്കുക, ഇതിനകത്ത് എന്തോ ഒരു പണിയുണ്ടല്ലേ, അല്ലെങ്കിൽ അവൾ ഇപ്പം വിക്രമനെയും വിളിച്ചുകൊണ്ട് പോകത്തില്ല അമ്പലത്തിൽ നിന്ന് വിചാരിക്കണം. ശ്രീചേട്ടത്തിക്ക് അറിയായിരിക്കും. ശ്രീചേട്ടത്തി ചോദിക്കാമെന്ന് പറഞ്ഞാൽ അകത്തോട്ട് ചെല്ലുകയാണ്. അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ശ്രീജയാണെങ്കിൽ അവിടെ മിക്സിയിൽ എന്തോ അരച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ശ്രീചേട്ടത്തി ഇത്? അത് നാളത്തേക്കുള്ള അരിയാണ്. ഈ ശ്രീചേട്ടത്തിക്ക് എപ്പോഴും ജോലിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നന്ദിനി ഇതരയ്ക്ക് എന്ന് പറയണേ. ഞാൻ അരച്ചത് ശരിയാകത്തില്ല, അതിന് പുളി വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഉടായിപ്പിക്കുക. എന്നിട്ട് ചോദിക്കുക, എന്താ ശ്രീചേട്ടത്തി വേദ ഇപ്പം അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞത്? നീ കേട്ടില്ലേ അവിടെ നിന്ന് അമ്മയടുത്ത് പറയുന്നത്? അവർക്ക് എന്തോ നേർച്ചയുണ്ട്, അതൊക്കെ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. കൂടെ പോയാലോ? അവർ ഭാര്യ ഭർത്താവും പോകുന്നിടത്ത് നമ്മളെന്തിനാണ് പോകുന്നതെന്ന് ശ്രീജ ചോദിക്കുകയാണ്. അല്ല, നമുക്കും കൂടെ പോകാം, വേറെ ഒന്നിനല്ലല്ലോ, അമ്പലത്തിലേക്കല്ലേ, എന്താ കാര്യം എന്നൊക്കെ അറിയാം എന്ന് നന്ദിനി പറയാണ്. ശ്രീജ പറയണേ, ഇവിടെ ആരുമില്ല, നമ്മളെങ്ങനെ പോകുന്നത്? അമ്മ വന്നിട്ട് പോയാൽ മതി നന്ദിയേട്ടത്തി, അപ്പം വന്നിട്ട് പോയാൽ മതി ശ്രീചേട്ടത്തി എന്ന് നന്ദിനി പറയണം. പിന്നെ നീ പോയിട്ട് വാന്ന് ശ്രീജ പറയാണ്. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് എന്ന് കഴിഞ്ഞാലേ വേദയ്ക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല, ശ്രീചേട്ടത്തി കൂടെ വന്നാൽ കുഴപ്പമില്ല.
അപ്പോൾ ശ്രീജ പറയാണ് നോക്കാം എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്ത് ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ വരികയാണ്. അപ്പോൾ പത്മ ചോദിക്കുന്നത്, നീ എന്താ വർഷമായിട്ട് എടുത്തിട്ട് പോയില്ലേ? വർഷയും കുഞ്ഞും നിന്നെ കാത്തിരിക്കുകയാണ്. എനിക്കിന്ന് പോകാൻ തോന്നിയില്ല. അതെന്താ പോകാൻ തോന്നിയില്ല? അപ്പോഴത്തേക്ക് ശങ്കരൻ അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. എന്താടാ ചോദിക്കുന്നത്. ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. അപ്പം ശങ്കരൻ പറയണം, ഞങ്ങളല്ലല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നീ സ്വയമേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് പറയണം. ആ വിഷുവിൻ്റെ കാര്യമാണെങ്കിൽ അച്ഛൻ അത് സമ്മതിക്കത്തില്ല എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് അച്ഛനില്ലാത്ത സമയത്ത് ഞാനത് ചെയ്തത് എന്ന് പറയണം. ഇപ്പോൾ ഈ ഇടയായിട്ട് അച്ഛൻ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ട്. ആദ്യമൊക്കെ അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്തു തുടങ്ങിയെന്ന് പറയുന്നതാണ്. അപ്പം പത്മ ചോദിക്കുന്നത്, അതെന്തോ ശങ്കരേട്ടാ? ഒന്നുമില്ല. അപ്പം ശങ്കരൻ പറയണം, ആദ്യമൊക്കെ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇപ്പം ഞാൻ അതൊക്കെ നിർത്തി. അതൊന്നും വേണ്ട നിന്നോട് എന്നേ പറഞ്ഞത്. അച്ഛൻ ഇപ്പോൾ അവൾ ഫീസ് തുടങ്ങിയപ്പോൾ പേടിച്ചു തുടങ്ങിയോ? അതുകൊണ്ടാണ് ഇപ്പോൾ വേണ്ടാന്ന് വെക്കുന്നതെന്ന്. ഞാൻ ഇപ്പോഴല്ലല്ലോ പറഞ്ഞത് ഇതൊക്കെ വേണ്ട. ഞാൻ വാരണാസി പോയിട്ട് വന്നിടം തൊട്ടേ പറഞ്ഞു ഇതൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ വഴി, അവർക്ക് അവരുടെ വഴി, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞല്ലേ എന്ന്. ശരി, അങ്ങനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം അങ്ങനെ അല്ലല്ലോ എന്ന് ശ്രീകാന്ത് പറഞ്ഞു. പിന്നെന്താ കുഴപ്പം എന്താ എന്ന് ശങ്കരൻ ചോദിക്കുകയാണ്. അല്ല, നമ്മുടെ ആണെങ്കിൽ കമ്പനിയിൽ ശ്രീകാര്യ ശ്രീനിവാസൻ പുതിയൊരു യൂണിയൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നേതാവ് വിക്രമാണ്. മിക്കവാറും അവൻ ഉടനെ ആ കമ്പനി പൂട്ടിക്കും. അങ്ങനെ നമ്മുടെ എല്ലാ കമ്പനിയിലും ഇങ്ങനെ യൂണിയൻ വരികയും അതിൻ്റെ നേതാവായി ഇവൻ വരാനും ചാൻസ് ഉണ്ട്. അതോടെ നമ്മുടെ കമ്പനി എല്ലാം പൂട്ടിക്കും. അവരവരെ വഴിയാവും, നമ്മൾ പരഗതിയാവുമെന്ന് ശ്രീകാന്ത് പറഞ്ഞു. ശ്രീകാന്ത് അങ്ങ് കയറി പോവാണ്. ശങ്കരനാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന അമ്പലത്തിലാണ്. വേദയും വിക്രമും കൂടെ ബൈക്കിൽ വന്ന് ഇറങ്ങിയാണ്. വേദയാണെങ്കിൽ ഓരോരുത്തരുടെയും വഴിപാടിൻ്റെ ചീട്ട് എഴുതിപ്പിക്കാൻ പോവുകയാണ്. അപ്പം പറയുകയാണ്, ഇങ്ങോട്ട് വരുന്ന വഴിയിലൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, ഇവിടെ എല്ലാം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആ കടക്കാരൻ പറയുന്നുണ്ട്, വൃശ്ചികമായതുകൊണ്ട് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, വൃശ്ചിക മാസം ആവാറായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഓട്ടോയിൽ ശ്രീജയും നന്ദിനിയും വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവരെ കണ്ടുകൊണ്ട് വേദ അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയാണ്, ഏട്ടത്തി ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന്. എനിക്കല്ല, നന്ദിനിക്കായിരുന്നു ഇങ്ങോട്ട് വരണമെന്നുള്ള ആഗ്രഹം. അപ്പം നന്ദിനി പറയാം, അമ്മ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങ് പോരുന്നെന്ന് പറഞ്ഞ് അപ്പോൾ വേദ പറയുന്നെങ്കിൽ എല്ലാവരും വാന്നും പറഞ്ഞ് എല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് പോകുമ്പോൾ നന്ദിനി ചോദിക്കണേ, എന്താ നേർച്ചയുള്ളത്? അപ്പം വേദ പറയും, ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം അങ്ങ് പോത്തില്ലേ നന്ദിനി ഏട്ടത്തി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് തൊഴുതുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ തിരുമേനി വന്നിട്ട് പറയാണ്, ഇയാളാണോ നേർച്ച നടത്തുന്ന ആൾ? അപ്പം അതെ, പോയി കുളിച്ചിട്ട് പ്രദക്ഷിണം വെച്ച് പോയി കുളിച്ചിട്ട് വരാൻ പറയാണ് വിക്രമിൻ്റെ അടുത്ത്. അങ്ങനെ വിക്രം അങ്ങോട്ട് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് വേദയെടുത്ത് ചോദിക്കുന്നത്, എന്താ ഇതെന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല, അമ്പലത്തിന് മുമ്പിൽ ഇരുന്ന് അതും ഇതും പറഞ്ഞൂടെ, പോയിട്ട് വാ എന്ന് വേദ അങ്ങനെ തള്ളി പറഞ്ഞ് വിടുന്നുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഉണ്ടോ നേർച്ച ചോദിക്കും. നന്ദിനി ഏട്ടത്തിക്കുണ്ട്. അപ്പോൾ നന്ദിനി ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. എനിക്കോ ഉണ്ടെന്ന് പറയാണ്. അപ്പം തിരുമേനി ചോദിക്കുക, എന്താ നേർച്ച? അടിപ്രദക്ഷിണമെന്ന് പറയും. അങ്ങനെ പറയുകയാണ്, ഇവിടെ വന്ന് ശ്രീചേട്ടത്തി നന്ദിനി ഏട്ടത്തി കൂടെ വന്ന് ഇറങ്ങുന്ന കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നേർന്നതാണ്. എന്തായാലും എനിക്ക് ഇത്രയും പറഞ്ഞത് നേർച്ച നടന്നത് കാര്യം, ഇതിൽ കൂടുതലും കണ്ട് നേർന്നറിഞ്ഞെങ്കിൽ എന്തോ ചെയ്തതന്നെ നന്ദിനി ഏട്ടത്തിന്ന് വേദ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നന്ദിനിക്ക് രക്ഷയില്ല, എന്തായാലും നേർച്ച ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ നന്ദിനി അങ്ങ് നേർച്ച നടത്താനായിട്ട് അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് വിക്രമാണെങ്കിൽ, അപ്പോൾ വേദ പറയാണ്, കുറച്ചൊക്കെ പോയി പാപം ഇങ്ങനെയെങ്കിലും നന്ദിനി ഏട്ടത്തിട്ട് പോവട്ടെ എന്ന് ശ്രീജ എടുത്ത് പറയാണ്. പിന്നെ കാണിക്കുന്നത് വിക്രം പോയി കുളിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.